30 പട്ടിയെ മേലെ ഇരുന്നത്. ഇല്ല അത് കള്ളോ അത് ഒന്നുമേ ഇല്ല. അത് കള്ളത്തറ സാറേ. നേരെ സാറേ, ഇതാണ് ആ വീട്. വീടല്ല, ഇതാണ് ആ വരുന്ന വഴി. ഇത് കാടൊന്നുമല്ല, തോട്ടമല്ല, ഒന്നുമല്ല. ഇത് വീടാണ്, ഫുൾ വീടാണ്. ഇവിടാണ് പുള്ളി നിന്നിരുന്നത്. ആ വീഡിയോയിൽ കാണാം. ഇതുവഴി കൂടെ നടത്തിയൊന്നുമില്ല, ആടേ ഉള്ളൂ. നോക്കട്ടെ, പട്ടി കാണും, നോക്കട്ടെ. പത്ത് 15-20 പട്ടികളൊന്നുമില്ല. ഒരേ ഒരു പട്ടി. ഇത് കടിക്കത്തുമില്ല, കുരയ്ക്കത്തുമില്ല, ഒന്നുമല്ല, ഒരു കുഴപ്പമില്ല. ഇതാണ് ആ വാതൽ. ഈ വാതലാണ് ചവിട്ടി തുറന്നത്. ഇതാണ് ചവിട്ടി തുറന്നത്. ഇത്രയും കുറ്റികളുള്ള ഈ കഥവാണ് ചവിട്ടി തുറന്നത്. ഒരു കുറ്റിയും മാറ്റിയിട്ടില്ല, ഒരു കുറ്റിയും മാറ്റിയിട്ടില്ല. ഇവിടാണ് പുള്ളി കിടന്നിരുന്നത്. ഇവിടെ ഇട്ടാണ് ആ വീഡിയോ എടുക്കുന്നത്. അതിന്റെ തോപ്പുക്കുള്ള നമുക്കത് വീട്ടിലെ പാത്ത ഒരു പട്ടിയല്ല. എങ്കിൽ അത് വേറെ പട്ടി? ഒരു പട്ടിയില്ലടാ, ഒന്നുമേ ഇല്ലേ? ഒരു പട്ടിയില്ല. വീട്ടുകാരൻ വന്നാൽ വെളിയിലെ നമ്മുടെ തോട്ടം കഴിഞ്ഞ് വെളിയിലുള്ള പട്ടികൾ കുറയ്ക്കത്തേ ഉള്ളൂ. പട്ടികളെ ഇല്ല. അവര് சொன்னது இங்க ഒരു 30 പട്ടിയെ മേലെ ഇരുന്നത്. ഇല്ല അത് കള്ളോ അത് ഒന്നുമേ ഇല്ല. അത് കള്ളത്തറ. ഇന്ത് കടിക്കാതെ ഒരു നോർമൽ പട്ടി തന്നെ ഇരിക്കും, വേറെ ഒന്നുമേ ഇല്ല. വേറെ ഒരു പട്ടി ഒന്നുമല്ലേ? ഇന്ന് ഡോർ ഉടക്കേ ഇല്ല, വേറെ ഒന്നുമില്ലേ? அதுக்கு பிறகு இங்க இருந்து கொண்டு போகுമ്പോ പുള്ളിക്ക് താടിയും മുടി എല്ലാം ഇരുന്നതാണ്. എല്ലാ മീശയും ഉണ്ടായിരുന്നു. അയാൾ സേവ് പോലെ ചെയ്തില്ല. താടി ഇത്രയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഇരുന്നത്. എല്ലാം അരച്ച്. ഇതേപോലെ ഫേസ്ബുക്കിൽ ഞാൻ സെല്ലിൽ കണ്ടപ്പോൾ വീണ്ടും അവളെ എന്നെ സാരെ അടിച്ച് കൊല്ലല്ലേ എന്ന് അയാൾ പറയുമ്പോ താടി മീശൊന്നും ഇല്ല. ഇവന്മാർ എന്തോ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അതാണ് സത്യം. ഏത് കോടതിയിൽ എന്നെ വിളിച്ചാലും ഈ സത്യം പറയാൻ ഞാൻ വരും. താടി മുടി എല്ലാം ഉണ്ടായിരുന്നു.